സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്ക് എന്നെ അടി അല്ലേ കലിപ്പ് തീരണില്ലല്ലേ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അട്ടപ്പാടി ആടി ഞാൻ നിനക്ക് എന്നാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. നീ കൊറേ നേരമായില്ല അട്ടപ്പാടി അട്ടപ്പാടി ആടി ആടി. ഞാൻ അത് തന്നെയാണ്. നിനക്ക് വല്ല കുടുംബശ്രീയിലുണ്ടോന്ന്? ഇല്ല. നീ എന്നെ കുടുംബശ്രീ ചേർക്കാൻ പോവാണ്. എന്നെ അങ്ങനെ സംഭവിക്കില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ നിമിഷ ഇല്ലേ? നിമിഷ ഞാനൊരു സംഭവം തന്നെ അല്ലയോ. പിന്നെ എന്താ ഗ്ലാമർ മറ്റവനെ നീ എന്നെ മാ കൂട്ടി വിളിച്ചാ നിന്റെ തലയടിച്ചാ പൊട്ടിക്കട്ടോ. നേരെ വന്ന് വിളിക്കടാ. ഈ മുസ്താൻ അങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. മറ്റവനെ നീ ആരാടാ മറ്റവനെ മാ കൂട്ടി വിളിക്കുന്നേ? നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. നീ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നിന്റെ ദേഹം പുഴുത്തളിയും. കന്തീഷ് പൂറില്ലാപുരം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്ക് നശിച്ച നാറി. നീ നശിച്ചു പോവത്തേ ഉള്ളൂ. നിന്റെ കണ്ണുമുന്നിൽ വന്നാണല്ലോ നിന്നെ തലയടിച്ചാ പൊട്ടിക്കും കേട്ടോടാ. നിന്റെ വീട്ടിൽ നീ പറഞ്ഞ നിന്റെ വീട്ടിൽ കേട്ടോ. നിന്റെ ആ പേര് കണ്ടാലേ പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാന്ന്. അങ്ങനെ കിടന്ന വൃത്തികെട്ട നാറി മുന്നിൽ വന്നാണല്ലോ കുറ്റി അടിച്ചാ പൊട്ടിക്കും നിന്റെ കുറ്റി. അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോണ്ട് നിന്റെ മോത്ത് ആര് നോക്കൂടാ? പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അവൻ എന്നെ മാ കൂട്ടി വിളിക്കും. നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചോണം. ഏതവനാണല്ലോ കുറ്റി അടിച്ച എന്റെ മോന്ത അടിച്ച പൊട്ടിക്കും കേട്ടോടാ. അവൻ എന്നെ തെറി വിളിക്കാൻ പറ്റുന്നത്. നീ കെട്ടണ്ടടാ. നീ എന്നെ കെട്ടണ്ടടാ. എന്തൊക്കെയാണോ ഈ പറയണത്? നീ എന്നാ ഞങ്ങളെ കുറെ പേരെ വിളിച്ചു വരുത്തി നാടകം കളിക്കാ. തീരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കണോ സംഘത്തിന്? നീ ചുമ്മാ പറയുന്നത്. നീ ആരെ പ്രേതം നിന്റെ വീട്ടിൽ മാറ്റവനെ. അത് ശരി. നീ ആണാണെങ്കിൽ ഒറിജിനൽ ഐഡി വന്ന് എന്നെ തെറി വിളിക്കടാ. നീ ആണാണെങ്കിൽ ഒറിജിനൽ ഐഡി വന്ന് തെറി വിളിക്കടാ. അല്ല നീയൊക്കെ പേട് നാണം ഉണ്ടോടാ ആണച്ചന്മാരെ. നീ ആണച്ചനാണെങ്കിൽ നീ ഉള്ള പ്രൊഫൈലിൽ വന്ന് നീ തെറി വിളിക്കണം മറ്റവന്. ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടച്ചത്തെ അവിടെ വെച്ച് കാണിച്ചേരാ. നീ പോടാ ചെറ്റേ. നീ എന്നെ വിളിക്കുന്നു. കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം മീര. നീ കൊറേ നേരം നിന്റെ ചെവിക്കല്ലേ അടിച്ച് പറിക്കും കേട്ടോ. ഇനി എന്നെ വന്ന് പറഞ്ഞ മനസ്സിലായോടാ പന്ന പരട്ട പന്നി. അതെ വേടന്റെ പാട്ടിന്റെ വരി എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ആവർത്തിച്ചാലുണ്ടല്ലോ. സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സർ. ഐ എം ഇംപ്രസ്ഡ്. എന്താ വിശ്വാസമാകുന്നില്ലേ? ഫോട്ടോ വിട്ട് പോടാ മാ കൂട്ടി വിളിക്കുന്നവനെ നിന്റെ വീട് ചെന്ന് വിളിക്കടാ മറ്റവനെ. എനിക്ക് അറിയത്തില്ലെന്നാണ് നിന്റെ വിചാരം ഇതൊക്കെ വിളിക്കാൻ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ ഞാനും തമ്മിൽ സംസ്കാരം എന്താടാ? എന്താടാ? ആരാണാവോ അത്? ഞാനാണാവോ അത്? അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെയാ ജീവിക്കുന്നത്. ഒരുത്തനെ നിന്റെ നക്കാൻ വന്നോ ഞാൻ? പറയടാ എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ വീട്ടിൽ നിന്ന് വന്നോടാ ഞാൻ നക്കാൻ? നീ എന്നെ പറയുന്നു മാറ്റവനെ. നീ ആദ്യം പെമ്പർനാഥിക്ക് ചെലവിന് കൊടുത്തിട്ട് എന്റെ ലൈവിൽ കയറടാ. നീ ആദ്യം നിന്റെ പെമ്പർനാഥിക്ക് ചെലവിന് കൊടുക്കടാ. എന്നിട്ട് എന്റെ ലൈവിൽ കയറി തെറി വിളിക്കണം മറ്റവനെ. എന്നെ പ്രാന്ത് പഠിപ്പിച്ചോണ്ടല്ലോ ഞാൻ ഈ ഇടവകയിൽ ഓടിയെടുത്ത് കല്യാണം കഴിച്ചോളയും പിന്നെ എന്നെ പിടിച്ച കിട്ടുന്ന വരില്ല. നീ എന്നെ കെട്ടാൻ വരണ്ടടാ. ജെസ്സി ഹായ് ഹായ് ഹായ്. ജെസ്സി ഹായ് ഹായ് ഹായ്. ദേയുടെ ചെരുപ്പിന്റെ അടി കാണണം കൊതിയാവുന്നു വേണം. ഇടയ്ക്കിടയ്ക്ക് കമന്റ് വരും. എന്റെ ചെരുപ്പിന്റെ അടി എന്ത്? എന്റെ ദൈവമേ. അതെ അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. കൊച്ചവിടെ ഇവിടെ ഉണ്ട്. എടാ പോണം. എടാ നാണം ഉണ്ടോടാ ഫേക്ക് അടി വന്ന് എന്നെ മാ കുട്ടി വിളിക്കാം. കണ്ടവന്റെ കൂടെ നടക്കുന്നത് നീ നിന്റെ പെണ്ണുപിള്ളയാണോ നടക്കുന്നത്? ഞാനല്ലടാ നടക്കുന്നത്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. നിന്റെ അമ്മച്ചി നിന്റെ പെണ്ണുമ്പിളെ നടക്കുന്ന എന്റെ തല കെട്ടിവെക്കാൻ പറ്റില്ല കേട്ടോ മറ്റവനെ. നീ എന്നെ പറയുന്നു കൊണ്ടവന്റെ കൂടെ നടക്കുന്ന എന്നെയാണോടാ നീ പറഞ്ഞത്? അണ്ടസായിട്ടാണോ ഞാൻ ജോലി ചെയ്യുന്നത്? നിന്റെ നക്കാൻ വന്നോ ഞാൻ? നിന്റെ വീട്ടിൽ ഞാൻ വന്നോ? നീ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവള് നീ നോക്കിക്കോ അവള് നിന്റെ കൂടെ തന്നെയാണോ കിടക്കുന്നതെന്ന്. നീ ഒറിജിനൽ അക്കൗണ്ടിൽ വേടാ. നിനക്ക് നാണമുണ്ടെങ്കിൽ നീ പറയുന്ന ലൈവിൽ വരുന്ന എന്നെ തെറി പറയുന്ന ഏതേലും ഒരുത്തൻ
ഫേക്ക് ആണച്ചനാണെങ്കിൽ അല്ലെ പെണ്ണാണെങ്കിൽ നീ ഒറിജിനൽ ഐഡി വന്ന് പറയടാ. നീ നിരന്തരം എൻ്റെ വീഡിയോ കാണുന്നില്ലൂടാ. പട്ടി നാറി തെമ്മാടി തേവിടിച്ച് എങ്ങാട്ട് കിടാ. നീ നിരന്തരം എൻ്റെ വീഡിയോ കാണുന്നില്ലേ? നീ വീഡിയോ നിരന്തരം കണ്ടിട്ട് സുഖിച്ചിട്ട് നീ സുഖിപ്പെടുത്ത് നിന്റെ മറ്റേനകത്തോട്ട് കേട്ടിട്ട് നീ തോന്നുവാസം പറയരുത്. ഒറിജിനൽ ഐഡി വന്ന് പറയടാ. നീയൊക്കെ എന്നെ ചീത്ത പറയടാ ഒറിജിനൽ ഐഡി വന്ന് പറ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ. ചെല്ല് എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. സൗരവേ ഹായ്. ബിനീഷ് തീർച്ചയായിട്ടും. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് പൊക്ക. എടാ ഫേക്ക് ഐഡി ആണോടാ ഞാൻ വരുന്നത്? കോളനി വേണോന്ന് ഒരുത്തൻ എടാ കൊറേ നേരമായി കേട്ടോ. നീ ഫേക്ക് ഐഡി ഒന്നും ഉണ്ടാക്കാതെ മര്യാദക്ക് നേരെ ഉണ്ടാക്കാം. അതാരാ പദം നിർത്തലാക്കിയതാണ് കോളനി നീ എന്നെ വിളിച്ച. ശശിയേ നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഇടി മറ്റവളെ ഇനി നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നേരം ശാന്തനാകാൻ സൗകര്യമില്ല. ശാന്തിയാകാൻ ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഏതും അതിനെല്ലാം മറുപടി കൊടുക്കുന്നോ? മറുപടി കൊടുത്തിട്ട് ഇവന്റെയൊക്കെ വിചാരമല്ല ഞാൻ പേടിച്ചിരിക്കുവന്നോ? ഇതിനൊക്കെ മറുപടി കൊടുക്കണ്ടേ? നിങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കത്തില്ലേ? നിന്നെ പോലെ ഈ ടി വിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാൻ. അയ്യോ എനിക്ക് വിശക്കത്ത് ലൈവ്. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണയുടെ ഭാഗമായുള്ള പ്രതികരണങ്ങൾ നടത്തിയവർ തന്നെ നീ പറയുന്ന ഇടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്, എന്താണ് എന്ന് പരിശോധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് തെറ്റിദ്ധാരണയായിപ്പോയി എന്ന് പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. അത് പിന്നീട് വ്യക്തമായപ്പോൾ ആ തരത്തിലൊരു കുറ്റം എന്ന നിലക്കുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഓക്കേടാ. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാൻ ഒറ്റ തങ്കച്ചൻ ബീജിക്ക് ജനിച്ചവളാണ് ഞാൻ. വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ ചെയ്യാട്ടോ. ഞാൻ ഈ ലൈവില് 2 വർത്താനം പറയട്ടെ. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. പറ്റി ഇത്രേ ഉള്ളൂ. സുചേട്ടൻ എന്റെ എല്ലാമായിരുന്നു, ജീവനായിരുന്നു, എല്ലാമായിരുന്നു. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സുചേട്ടൻ ഇല്ലാത്ത ലൈഫ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തന്നെയാണ് എനിക്ക്. എന്താ കാര്യം? എന്താ സുചേട്ടൻ എന്റെ എല്ലാമാണ്. ഹൃദയത്തിൽ അലിത്ത് ചേർന്ന ആളാണ്, അലിഞ്ഞു ചേർന്ന ആളാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഇതിലും ഭേദം ബോംബ് കൊണ്ട് വെക്കുന്നതാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പൊട്ടുള്ളൂ.